നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അർജുന് വേണ്ടി മലയാളികൾ ഒന്നടങ്കം 13 ദിവസമായി ആശങ്കയിലാണ്. ഇന്നലെ വരെ അർജുനെ അറിയാത്തവർ പോലും ഇന്നൊരു സഹോദരനെ പോലെ ചേർത്തണയ്ക്കുകയാണ്. അർജുനെ മാത്രമല്ല, ആ കുടുംബം ഒന്നാകെ ഇപ്പോൾ നമ്മുടെ ആരൊക്കെയായി മാറി. ഒരു നാട് ഒന്നാകെ അർജുന്റെ വിവരത്തിനായി കാത്തിരിക്കുകയാണ്. ഈശ്വർ മാർപ്പയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഗംഗാവലി പുഴയിൽ ഇറങ്ങി നടത്തിയ തെരച്ചിലും ചെളിയും പാറക്കഷ്ണങ്ങളും കാരണം അർജുന്റെ ട്രാക്കിനടുത്തേക്ക് എത്താനായിരുന്നില്ല. ട്രാക്ക് പുറത്തെടുക്കാൻ ഡ്രഡ്ജിംഗ് മാത്രമാണ് പോംവഴിയെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടും അർജുനെ കണ്ടെത്താൻ സ്വന്തം റിസ്കിൽ താഴ്ചയിലേക്ക് പോകുന്നുവെന്ന് എഴുതി ഒപ്പിട്ടുകൊടുത്ത് ഓരോ മനുഷ്യഹൃദയങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്ന ഈശ്വർ മാൽപേ. ഇതിനിടെ നിരവധി ആളുകളാണ് അർജുന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എത്തുന്നത്. സംഭവം ഇങ്ങനെയൊക്കെയാണെങ്കിലും അർജുന്റെ വീട്ടിൽ ചെന്ന് കുഞ്ഞിനോട് ചോദ്യം ചെയ്ത ഒരു യൂട്യൂബ് വീഡിയോ ചാനൽ അവതാരികയ്ക്കെതിരെ വ്യാപക വിമർശനം ഇപ്പോൾ ഉയരുകയാണ്. കുഞ്ഞിന്റെ നേരെ മയക്കുമായി ചെന്ന് പപ്പ എവിടെ പോയി എന്ന് ചോദിക്കുന്നു. പപ്പ ലോറിയിൽ പോയി എന്ന് കുഞ്ഞു പറയുമ്പോൾ ലോറിയിൽ എവിടെ പോയി എന്ന് അവതാരക ചോദിക്കുന്നു. വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട്. അർജുന്റെ വീട്ടുകാർക്ക് മാന്യത ഉള്ളതുകൊണ്ട് ഇതിനെ ഒന്നും ഇവിടുന്ന് അടിച്ചിറക്കി വിടുന്നില്ല എന്നും മാധ്യമപ്രവർത്തകർക്ക് കൂടി ഇവർ നാണക്കേടാണെന്നും തുടങ്ങി വ്യാപക വിമർശനമാണ് ഉയരുന്നത്. അർജുനായുള്ള ദൗത്യത്തിൽ മറ്റൊരു ജീവൻ കൂടി അപകടത്തിലാകരുതെന്ന് പ്രതികരിച്ച ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ കാണാതെ പോകരുത്. മിഠായി പൊതിയുമായി വരുമെന്ന് കാത്ത് ആ വീട്ടിലേക്ക് വരുന്ന ഒരു മുഖം അച്ഛനാകുമെന്ന് കരുതി കളിക്കുകയാണ് അവൻ. രൂക്ഷ വിമർശനമാണ് എന്തായാലും ഇത്തരത്തിൽ പ്രതികരണം നടത്തിയ ചാനലുകൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. അതേസമയം തിരച്ചിൽ നടപടി പ്രക്രിയ കുറച്ചുകൂടി ഊർജിതമായി തുടരണമെന്ന് കർണാടകയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് മന്ത്രി എ കെ ശശീന്ദ്രൻ. ഇക്കാര്യം കേരള മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദൗത്യം കൂടുതൽ ഊർജിതമാക്കുക, തെരച്ചിൽ പ്രക്രിയ തുടരുക എന്നീ ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വെച്ചതെന്ന് മന്ത്രി അറിയിച്ചു. അർജുനായുള്ള തെരച്ചിലിനായി ഈശ്വർ മാൽപേ പുഴയിലിറങ്ങി. ഈശ്വർ മാൽപയുടെ നേതൃത്വത്തിലെ സംഘമാണ് തെരച്ചിൽ നടത്തുന്നത്. ഇതിനായി 4 ബഞ്ചുകൾ പുഴയിൽ ഇറക്കിയിട്ടുണ്ട്. ശിരൂരിൽ മഴയ്ക്ക് നേരിയ ശമനമാണുള്ളത്. പുഴയിലെ ഒഴുക്കും ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് തെരച്ചിൽ വീണ്ടും തുടരാൻ തീരുമാനിച്ചത്. അതേസമയം ഇന്നുകൂടി പരമാവധി തെരച്ചിലിന് ശ്രമിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. തെരച്ചിലിന് കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കാർവാർ MLA സതീഷ് സെയിൻ പറഞ്ഞു. ഡ്രഡ്ജ് ചെയ്യാനുള്ള യന്ത്രം നദിയിലൂടെ എത്തിക്കാൻ കഴിയില്ല. മറ്റു മാർഗങ്ങൾ തേടുകയാണ്. പ്രൊക്ലൈനർ നിലവിൽ എത്തിച്ചാലും നദിയിൽ ഇറക്കാൻ സാധിക്കില്ലെന്നും MLA പറഞ്ഞു. ഡ്രഡ്ജിംഗ് സാധിക്കില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. അതിനിടെ പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു. യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നത് സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. എടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ നിന്ന് പുറകോട്ട് പോവുകയും ചെയ്യുന്നത് ശരിയല്ല. പാൻഡൂർ കൊണ്ടുവരുന്ന കാര്യത്തിൽ വൈകിട്ടെടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി. അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.